പല കാര്യങ്ങളും ഇതിനെക്കുറിച്ച് വിവാദം ഉണ്ടാക്കിക്കൊണ്ടിരുന്നു. ആധാർ, അപ്പൊ ആധാർ തന്നെ ബീഹാറിൽ ഒറ്റയടിക്ക് പലർക്കും ആധാർ കൊടുത്തതിന്റെ കാര്യങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. അപ്പൊ ആധാറൊക്കെ കൊടുക്കുന്നത്, ആധാർ കൊടുക്കാൻ വോട്ടർ പട്ടിക ആധാരമാക്കുന്നു, വോട്ടർ പട്ടികയ്ക്ക് ആധാർ ആധാരമാക്കുന്നു. അപ്പൊ ഇവിടെ വിദേശി നുഴഞ്ഞുകയറ്റക്കാരുടെ വിഷയം മറ്റു പല സ്ഥലത്തുണ്ട്. ഇവിടെ കേരളത്തിലാണെങ്കിൽ ഇപ്പം ആളുകൾ എപ്പോഴും ഫ്ലോട്ടിംഗ് ആണ് കേരളത്തിലല്ല പല പല സ്ഥലങ്ങളിലും. അപ്പോൾ ഒരു സ്ഥലത്തുണ്ടാവുന്ന ആളുകൾ മറ്റു സ്ഥലത്തേക്ക് പോകുന്നു. അപ്പം അങ്ങനെ ഒരു സ്ഥലത്ത് താമസിച്ചിരുന്ന ആൾ മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്ന സമയത്ത് ഇവിടുത്തെ പേര് അയാളത് ഒഴിവാക്കിയിട്ടുണ്ടോ, അല്ല ഇവിടെയും അവിടെയും അയാൾക്ക് വോട്ടുണ്ടോ? അപ്പം ഇത് വ്യാപകമായിട്ട് പല സ്ഥലത്തും ഉണ്ട്. ഒന്നിലധികം സ്ഥലത്ത് വോട്ടുണ്ടാവുക, അതേപോലെ തന്നെ മരിച്ച ആൾക്ക് വോട്ട് കൊടുക്കുക, അനർഹരായ ആളുകൾ വോട്ടർ പട്ടികയിൽ കയറുക. അപ്പൊ ഇത് പരിശോധിക്കേണ്ടേ, എന്തിനാണ് ഇതിനെ എതിർക്കുന്നത്? അപ്പം വെറുതെ വിവാദം ഉണ്ടാക്കുക എന്നുള്ളതാണ് അവർ ആരോപിക്കുന്നത്. BJPയുടെ ആയുധമായിട്ട് ഇലക്ഷൻ കമ്മീഷൻ പ്രവർത്തിക്കുന്നുവെന്നാണ്. അപ്പം എന്തുകൊണ്ടാണ് തങ്ങൾ SIRനെ എതിർക്കുന്നതെന്ന് കൃത്യമായ കാര്യങ്ങൾ പറയാൻ ഇതുവരെ പ്രതിപക്ഷത്തിന് കഴിഞ്ഞിട്ടില്ല. അങ്ങനെയാണ് അവർ കൃത്യമായിട്ട് കേരളത്തിലെ ഭരണകക്ഷിക്ക് പോലും, കേരളത്തിലെ ഭരണകക്ഷിയും പ്രതിപക്ഷവും അഖിലേന്ത്യാ തലത്തിലെ പ്രതിപക്ഷം അവർ പറയുന്നില്ല കൃത്യമായിട്ട് എന്തുകൊണ്ടാണ് ഞങ്ങൾ SIRനെ എതിർക്കുന്നത് എന്ന് അവർ പറയുന്നില്ല.